നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള 8 പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ജർമ്മനിയും ജപ്പാനും നിലനിർത്തിയിരുന്ന ഒരു നിർണായകമായ നിലപാടായിരുന്നു സൈനിക നിഷ്പക്ഷത. യുദ്ധത്തിൻ്റെ ഭീകരതകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സാമ്പത്തിക വികസനത്തിലും ജനാധിപത്യ മൂല്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഒരു ചരിത്രപരമായ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. ആഗോള സുരക്ഷാക്രമത്തിൽ നിന്ന് തങ്ങൾ സ്വയം സ്വീകരിച്ചിരുന്ന പാസിഫിസ്റ്റ് അഥവാ സമാധാനപരമായ നിലപാടുകളിൽ നിന്ന് പിന്മാറി കൂടുതൽ കർക്കശവും സ്വയം പര്യാപ്തവുമായ ഒരു സൈനിക നയത്തിലേക്ക് അവർ ചുവടുമാറുന്നു. ഇത് കേവലം ഒരു താൽക്കാലികമായ നയമാറ്റമല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുവാൻ അവർ നിർബന്ധിതരാകുന്ന ഒരു പ്രക്രിയയാണ്. ആഗോള അധികാരം വികേന്ദ്രീകരിക്കപ്പെടുകയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പുനർനിർവചിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ജർമ്മനിയുടെയും ജപ്പാന്റെയും ഈ തന്ത്രപരമായ മടങ്ങിവരവ് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ജർമ്മനിയുടെ സൈനിക നയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം വളരെ ആഴത്തിലുള്ളതാണ്. ഒലാഫ് ഷോൾസിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട സെയിൻഡൻവെൻഡെ അഥവാ ചരിത്രപരമായ മാറ്റം കേവലം പ്രസംഗങ്ങളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ദശാബ്ദങ്ങളായി യൂറോപ്പിൻ്റെ സാമ്പത്തിക എഞ്ചിനായി പ്രവർത്തിച്ച ജർമ്മനി ഇപ്പോൾ യൂറോപ്യൻ സുരക്ഷയുടെ സൈനിക തൂണായി മാറാൻ ആഗ്രഹിക്കുന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം യൂറോപ്പിന് സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ജർമ്മൻ നേതൃത്വം തിരിച്ചറിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ബുണ്ടസ്വെഹറിനെ 2039 യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വലിയ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ജർമ്മനിയുടെ ഈ നീക്കം കേവലം സൈനിക ശക്തി വർദ്ധിപ്പിക്കലല്ല, മറിച്ച് തങ്ങളുടെ പ്രതിരോധ ബജറ്റിനെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായി നിയമപരമായ അടിത്തറ നൽകുന്ന ഒരു ഭരണഘടനാപരമായ മാറ്റം കൂടിയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് അനുസൃതമായി സൈന്യത്തെ നവീകരിക്കുന്നതിലൂടെ തങ്ങൾ ഒരു മടിയനായ ശക്തിയല്ല എന്നും മറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ആഗോള ശക്തിയാണെന്നും തെളിയിക്കാനാണ് ബെർലിൻ്റെ ശ്രമം. ജപ്പാന്റെ പാതയും സമാനമായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. ജപ്പാൻ പ്രധാനമന്ത്രി സനയ തകച്ചിയുടെ ഭരണത്തിന് കീഴിൽ സജീവമായ സമാധാനം എന്ന ലേബലിൽ ജപ്പാൻ കൈക്കൊള്ളുന്ന നയങ്ങൾ ആ രാജ്യത്തിൻ്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ആയുധ കയറ്റുമതി നിരോധനം പിൻവലിച്ചുകൊണ്ട് ജപ്പാൻ ആഗോള പ്രതിരോധ വിപണിയിലെ പ്രധാന കളിക്കാരനാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടൊപ്പം പ്രതിരോധ ചെലവുകൾക്ക് മേൽ ഉണ്ടായിരുന്ന 1% പരിധി ഉപേക്ഷിച്ച് കൂടുതൽ നിക്ഷേപം സൈനിക നവീകരണത്തിനായി അവർ മാറ്റിവെക്കുന്നു. ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ മുൻനിർത്തി കേവല പ്രതിരോധത്തിൽ നിന്ന് സജീവമായ പ്രതിരോധ തന്ത്രങ്ങളിലേക്ക് ജപ്പാൻ മാറിയിരിക്കുന്നു. ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം പോലെയുള്ള വലിയ സംരംഭങ്ങളിലൂടെ ആഗോള പ്രതിരോധ വ്യവസായ ശൃംഖലയിൽ ജപ്പാൻ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ആത്മരക്ഷയ്ക്കായി സ്വന്തം ആയുധശേഷി വർദ്ധിപ്പിക്കുക എന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു നിലനിൽപ്പിൻ്റെ ചോദ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമേരിക്കയുടെ സമീപത്തിലുണ്ടാകുന്ന മാറ്റമാണ്. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി അമേരിക്കയുടെ കുടക്കീഴിൽ സുരക്ഷ ഉറപ്പാക്കി സാമ്പത്തിക വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഖ്യകക്ഷികൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ മത്സരം കടുക്കുകയും അമേരിക്കയുടെ ശ്രദ്ധ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് തിരിയുകയും ചെയ്തതോടെ ഈ സുരക്ഷാ കരാർ ദുർബലമായി. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും തന്ത്രപരമായ തളർച്ചയും സഖ്യകക്ഷികൾ സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന സന്ദേശം നൽകി. ജർമ്മനിയും ജപ്പാനും ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തങ്ങളുടെ നയങ്ങൾ പുനർനിർമ്മിക്കുകയാണ്. അമേരിക്കൻ സുരക്ഷാ സംവിധാനത്തെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന കാലം അവസാനിച്ചു എന്ന തിരിച്ചറിവ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ കൂടുതൽ സ്വാശ്രയത്വമുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു. ഈ സൈനികവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടും പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ ഏഷ്യയിൽ ജപ്പാന്റെ ഈ നീക്കത്തെ ചൈന വളരെ ആശങ്കയോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ചരിത്രപരമായ മുറിവുകൾ, നിലവിലെ അധികാര തർക്കങ്ങൾ കാരണം ജപ്പാന്റെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നത് ഒരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് ബെയ്ജിംഗ് വിലയിരുത്തുന്നത്. ഇത് ദക്ഷിണേഷ്യയിൽ ഒരു പുതിയ സുരക്ഷാ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. ഒരു രാജ്യം പ്രതിരോധത്തിനായി സ്വീകരിക്കുന്ന നടപടികൾ അയൽ രാജ്യങ്ങൾക്ക് ആക്രമണത്തിനുള്ള നീക്കമായി തോന്നുന്ന ഈ അവസ്ഥ അവിശ്വാസത്തിൻ്റെയും മത്സരത്തിൻ്റെയും പുതിയൊരു വൃത്തത്തിന് തുടക്കമിടും. അവസാനമായി ജർമ്മനിയുടെയും ജപ്പാന്റെയും ഈ മാറ്റം ലോകത്തിൻ്റെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള വലിയൊരു പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ്. സമാധാനത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും വക്താക്കളായിരുന്ന ഇവർ ലോകം കൂടുതൽ അപകടകരമായ ഒന്നായി മാറിയപ്പോൾ ആയുധബലമില്ലാത്ത നയതന്ത്രം മതിയാകില്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട
അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു ധ്രുവ ലോകം കൂടുതൽ സങ്കീർണവും വിഭജിക്കപ്പെട്ടതുമായ ഒരു ബഹുധ്രുവ ക്രമത്തിലേക്ക് മാറുകയാണ്. ഈ പുതിയ ലോകത്ത് ജർമ്മനിയും ജപ്പാനും കേവലം അനുയായികളല്ല, മറിച്ച് സ്വന്തം സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന പ്രധാന പങ്കാളികളാണ്. അധികാരത്തിൻ്റെ കേന്ദ്രങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുന്ന ഈ പുതിയ യുഗത്തിൽ ഉത്തരവാദിത്തങ്ങളും അപകട സാധ്യതകളും പങ്കുവെച്ചുകൊണ്ട് ജർമ്മനിയും ജപ്പാനും ലോക സുരക്ഷാ ഭൂപടത്തെ വീണ്ടും വരയ്ക്കുകയാണ്. തങ്ങളുടെ സൈനിക ശക്തിയെ തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ തിരിച്ചുവരവ് വരും ദശകങ്ങളിൽ ആഗോളക്രമത്തിൻ്റെ ദിശയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. ഈ മാറ്റം വെറും സൈനികം മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ തന്നെ പുനർനിർമ്മാണമാണ്. സമാധാനത്തിൻ്റെ പേരിൽ അശരണരായിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ ശക്തിയുടെ പേരിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കുന്ന യാഥാർത്ഥ്യബോധമുള്ള രാഷ്ട്രങ്ങളായി മാറിയിരിക്കുന്നു. ദശാബ്ദങ്ങളായി തുടർന്നു വന്ന പാസിഫിസ്റ്റ് അഥവാ സമാധാനപരമായ നിലപാടുകളിൽ നിന്ന് മാറി കൂടുതൽ സജീവവും കരുത്തുറ്റതുമായ ഒരു സുരക്ഷാ നയം സ്വീകരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളുടെയും തീരുമാനം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ മാറ്റങ്ങൾ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ വിദേശ നയത്തെയും സുരക്ഷാ തന്ത്രങ്ങളെയും നേരിട്ടും അല്ലാതെയും സ്വാധീനിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ഒരു പ്രധാന ആഗോള ശക്തിയായി മാറാൻ ലക്ഷ്യമിടുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയുടെയും ജപ്പാന്റെയും ഈ തന്ത്രപരമായ ഉയർത്തെഴുന്നേൽപ്പ് സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജപ്പാന്റെ പുതിയ സൈനിക നയം ഏറ്റവും വലിയ ഗുണകരമായ മാറ്റമായിരിക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയും ജപ്പാനും ഇതിനകം തന്നെ വളരെ അടുത്ത പങ്കാളികളാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യവും ഇൻഡോ പസഫിക് മേഖലയിലെ അവരുടെ വിപുലീകരണ നയങ്ങളും ഇന്ത്യക്കും ജപ്പാനും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്ന വിഷയമായിരുന്നു. ജപ്പാൻ കൂടുതൽ സജീവമായ പ്രതിരോധ തന്ത്രങ്ങളിലേക്ക് മാറുമ്പോൾ അത് ഇന്ത്യയുടെ ഇൻഡോ പസഫിക് നയത്തിന് വലിയൊരു കരുത്ത് പകരുന്നു. ക്വാഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ജപ്പാന്റെ വർദ്ധിച്ച സൈനിക ശേഷി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ മേഖലയിൽ ചൈനയുടെ സ്വാധീനത്തെ സന്തുലിതമാക്കാൻ ജപ്പാന്റെ സാന്നിധ്യം ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ജപ്പാന്റെ പുതിയ പ്രതിരോധ ശേഷി മേഖലയിലെ ഒരു സുരക്ഷാ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സഹായിക്കുകയും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ ഉതകുകയും ചെയ്യുന്നു. ജർമ്മനിയുടെ കാര്യമെടുത്താൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനി തങ്ങളുടെ ശ്രദ്ധ ഇൻഡോ പസഫിക് മേഖലയിലേക്ക് തിരിക്കുന്നത് ഇന്ത്യക്ക് പുതിയ വാതായനങ്ങൾ തുറന്നു നൽകുന്നുണ്ട്. നേരത്തെ സാമ്പത്തിക സഹകരണത്തിൽ മാത്രം ഊന്നൽ നൽകിയിരുന്ന ഇന്ത്യ ജർമ്മനി ബന്ധം ഇപ്പോൾ പ്രതിരോധ സഹകരണത്തിൻ്റെ തലത്തിലേക്ക് കൂടി ഉയരുകയാണ്. അത്യാധുനികമായ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ജർമ്മനിക്ക് വലിയ പാരമ്പര്യമുണ്ട്. ജർമ്മനിയുടെ സൈനിക നവീകരണ പദ്ധതികൾ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന പ്രതിരോധ ഉൽപ്പാദന ലക്ഷ്യങ്ങൾക്ക് വലിയ ഊർജ്ജം പകരും. ജർമ്മൻ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിലൂടെയും സംയുക്ത പ്രതിരോധ ഉൽപ്പാദനത്തിലൂടെയും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. റഷ്യയെയും അമേരിക്കയും മാത്രം പ്രതിരോധ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്ന ഇന്ത്യക്ക് ജർമ്മനി പോലുള്ള ഒരു യൂറോപ്യൻ പങ്കാളിയുടെ സഹകരണം തന്ത്രപരമായ സ്വയംഭരണാധികാരം നിലനിർത്തുവാൻ ഏറെ സഹായിക്കും. ഈ മാറ്റങ്ങളുടെ ആകത്തുക പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഒരു ബഹുമുഖ സുരക്ഷാ ശൃംഖലയുടെ ഭാഗമായി മാറുകയാണ് എന്നത് വ്യക്തമാണ്. ഒരു രാജ്യം മാത്രം മുൻകൈയെടുക്കുന്ന പഴയ ലോകക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി അധികാര കേന്ദ്രങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. ജർമ്മനിയും ജപ്പാനും തങ്ങളുടെ സൈനിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യക്ക് ഭൗമരാഷ്ട്രീയപരമായ വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. ഇതുവരെ പാശ്ചാത്യ ശക്തികളുടെ തണലിൽ മാത്രം സുരക്ഷാ കവചം തേടിയിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര പങ്കാളി എന്ന നിലയിൽ കൂടുതൽ തുല്യമായ ചർച്ചകൾക്ക് അവസരം ലഭിക്കുന്നു. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഗോളക്രമം സംരക്ഷിക്കാൻ ഒരേ ചിന്താഗതി പുലർത്തുന്ന ജർമ്മനിയെയും ജപ്പാനെയും പോലെയുള്ള രാജ്യങ്ങളുമായി സഹകരിക്കുന്നത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ ജർമ്മനിയുടെയും ജപ്പാന്റെയും ഈ തന്ത്രപരമായ മാറ്റം ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയല്ല, മറിച്ച് വലിയൊരു അവസരമാണ്. ജപ്പാനുമായി ചേർന്ന് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ നിലനിർത്താനും ജർമ്മനിയുമായി ചേർന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും പുതിയ ഉയരങ്ങൾ കീഴടക്കാനും ഇന്ത്യക്ക് സാധിക്കും. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങളിൽ കരുത്തുറ്റ സുരക്ഷാ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ അവസരം ഭാവിയിൽ ഒരു മുൻനിര ആഗോള ശക്തിയായി മാറാൻ ഇന്ത്യയെ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ജർമ്മനിയും ജപ്പാനും തങ്ങളുടെ സൈനിക ശക്തിയെ തന്ത്രപരമായി ഉപയോഗിക്കുന്നത് ആഗോള സുരക്ഷയിൽ ഇന്ത്യക്ക് കൂടുതൽ വ്യക്തവും നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.